ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതുപോലെ തന്നെ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണേ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പം ഞാൻ മിക്സർ ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിലേക്ക് ആദ്യം തന്നെ എടുത്തത് കടലപ്പൊടിയാണ്, പിന്നെ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് മുളകും പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അല്പം വെള്ളം ചേർത്ത് കുറച്ചായിട്ട് കുഴച്ചെടുക്കാൻ ശ്രമിക്കുക. കാരണം നല്ല ലൂസായി പോയി കഴിഞ്ഞാൽ നമുക്കത് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാകും. അപ്പം അല്പാൽപ്പം വെള്ളം ഒഴിച്ചിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു പരുവാണ് ഇതിൻ്റെ ആവശ്യം കേട്ടോ. നമ്മളിങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ നമ്മളെ കയ്യിൽ ഒട്ടും ചെയ്യരുത്, എന്നാലോ ലൂസ് വേണേനും. ഓക്കെ, അപ്പോൾ നമുക്കിത് നല്ല ഉരുട്ടിങ്ങനെ വെക്കാം കേട്ടോ. അപ്പോൾ ഞാനതിനായിട്ട് എടുത്തിട്ടുള്ളത് നമ്മുടെ സ്റ്റീലിൻ്റെ ഒരു നൂൽപുട്ടിൻ്റെ അച്ചാണ് കേട്ടോ. അപ്പം എൻ്റെ കയ്യിൽ ചെറിയ നൂലുള്ള അച്ചായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ അത് വെച്ചിട്ടാണ് ഇന്ന് മിച്ചർ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ആദ്യം തന്നെ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ തടവി കൊടുത്തിട്ട് വേണം കേട്ടോ മാവ് നമുക്കതിലേക്ക് ഫില്ല് ചെയ്യാനായിട്ട്. അപ്പം നമ്മൾ മാവ് മുഴുവനായിട്ട് ഇടുന്നില്ല, അത് 2 പ്രാവശ്യമായിട്ട് ഉണ്ടാക്കാനായിട്ടുണ്ട്. അപ്പം ഞാൻ പകുതി മാവ് അതിലേക്ക് ചേർത്ത് കൊടുത്ത് അതിൻ്റെ പിരി ടൈറ്റാക്കി കൊടുത്തു കേട്ടോ. അപ്പോൾ അപ്പോഴാണ് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊഴുത്ത് നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ നന്നായി ചൂടായ ശേഷമാണ് ഇങ്ങനെ മാവ് ഇതിലേക്ക് പീച്ചി കൊടുക്കുന്നത്. നമുക്ക് ആവശ്യത്തിനുള്ള മാവ് പീച്ചിയ ശേഷം നമുക്കതൊന്ന് വേവാനായിട്ട് അനുവദിക്കുക. കുറച്ച് സമയം, അധികം സമയമൊന്നും വേണ്ട കേട്ടോ. കുറച്ച് സമയം കൊണ്ട് നമുക്കത് തിരിച്ചെടുക്കാം കേട്ടോ. തിരിച്ചിട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്ത ശേഷം നമുക്ക് കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. അങ്ങനെ നമുക്കിത് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി വീണ്ടും അടുത്ത ഒരു അച്ചിലേക്കുള്ള മാവ് അതിലേക്ക് ഫിൽ ചെയ്തിട്ട് വേണം നമുക്ക് രണ്ടാമതും ഇതുപോലെ വെളിച്ചെണ്ണയിലേക്ക് പീച്ചി കൊടുക്കാനായിട്ട്. ഞങ്ങൾ പീച്ചി കൊടുക്കാമെന്ന് കേട്ടോ പറയാം. അപ്പോൾ ഇതാ നമ്മൾ മാവ് ഇങ്ങനെ പീച്ചി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതോടെ നമ്മളെ മാവ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ബാക്കിയുള്ള പരിപാടിയിലേക്ക് പോവാം. അപ്പോൾ നമുക്കതും കൂടി ഒന്ന് കോരിയെടുത്ത് പാത്രത്തിലോട്ട് മാറ്റാം കേട്ടോ. പിന്നെ ഞാനിവിടെ കുറച്ച് വെളുത്തുള്ളി ചതച്ചത് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ആ വെളിച്ചെണ്ണയിൽ തന്നെയാണ് കേട്ടോ മൂപ്പിച്ചെടുക്കുന്നത്. നമുക്ക് വെളുത്തുള്ളി, അതുപോലെ കടല, കരിവേപ്പിൻ്റെ ഇല ഒക്കെ ആവശ്യമുണ്ട്. ഞാൻ ചെറിയൊരു കഷ്ണം ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് പൊരിച്ചെടുക്കുന്നുണ്ട്. കാരണം കായത്തിൻ്റെ പൊടി ഉണ്ടായിരുന്നില്ല, അപ്പം ഞാനത് പൊടിച്ച് ചേർക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ നമുക്കതിലേക്ക് നമ്മളെ നിലക്കടല അതിലേക്കൊന്നിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഞാൻ കുറച്ച് തൊലി കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്കിട്ട് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ അതിന് ശേഷം നമുക്ക് നമ്മുടെ വറ്റൽമുളക് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കരിവേപ്പിൻ്റെ ഇല ഉണ്ടല്ലോ, അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന്, അധികം ഡ്രൈ ആയി വരണ്ട, കറിവേപ്പിൻ്റെ ഇല ഒന്ന് മൂക്കോളം നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പം അതിന് ശേഷം നമുക്കിതൊന്ന് ആ ഒരു മിക്സറിൻ്റെ മുകളിലേക്കായിട്ട് കോരി ഇട്ട് കൊടുക്കുക. അപ്പം ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് നമുക്ക് മിക്സർ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ടാറ്റാ, ബൈ, സി യു.